ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും പുതിയ വിക്ടോറിയസ് ആണ് നമ്മുടെ വാഹനം നമ്മുടെ കൂടെയുള്ളത്. ഈ കിടക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലുമാണ്. പലയിടത്തായിട്ട് കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ടോപ്പ് എൻഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. കാര്യം ഈ വണ്ടി നമ്മുടെ ഷോറൂമിൽ വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷോറൂമിൽ ലോഞ്ച് കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. നമ്മൾ GM-നെ ഇപ്പോൾ കണ്ട് നമ്മൾ ഇന്നൊരു പെർമിഷൻ എടുത്തതാണ് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ വണ്ടി ഇവിടെ പുറത്തിറക്കാൻ സമ്മതിക്കത്തില്ല. ഇവിടെ സർവീസിലാണ് ഇത് കിടക്കുന്നത്, PD എന്നിടത്താണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കാമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ സ്ഥലത്തിന് ചെറിയൊരു സൗന്ദര്യക്കുറവും വെട്ടത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ എനിക്ക് വീഡിയോ ഇടേണ്ടത് കൊണ്ട് ഞാൻ ഇവിടെ ഇട്ടാൽ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ് വിഷമിക്കുമെന്ന് വേണ്ട. സ്ഥലം ഇച്ചിരി മോശമാണെന്നേ ഉള്ളൂ, വണ്ടിയിൽ ഇച്ചിരി അഴുക്കുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രൈസ് വരെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രൈസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. നമ്മൾ വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് LXi VXi അങ്ങനെ തന്നെയാണ് വേരിയൻറ്റുകളും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോൾ സർവീസ് സെൻറ്റർ ആയതുകൊണ്ടും ഒക്കെ നമുക്ക് കുറച്ച് നോയ്സ് ഒക്കെ ഇവിടെ നല്ല രീതിയിൽ വരും. എന്നിട്ട് ഞാൻ കുറച്ച് ഉറക്കെ പറഞ്ഞു തരാം. LXi ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1299 ഓൺ റോഡ് വരും. അത് ഈ കിടക്കുന്ന മോഡലിന് 1299 ഓൺ റോഡ് വരും. VXiയിലേക്ക് പോകുന്ന സമയത്ത് 1458 നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. ZXiയിലേക്ക് പോകുന്ന സമയത്ത് 1675 നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. ZXi ഓപ്ഷൻ എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട്, അതിന് 1737 ഓൺ റോഡ് വരും. പിന്നെ ZXi പ്ലസ് 19,09,000 ഓൺ റോഡ് വരും. പിന്നെ വരുന്ന വേരിയൻറ്റ് ZXi പ്ലസ് ഓപ്ഷൻ എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട്, അതിന് 19,81 ഓൺ റോഡ്. ഇത്രയും ഞാൻ പറഞ്ഞത് മാനുവൽ വേരിയൻസിൻ്റെ പ്രൈസാണ്. ഇനി ഓട്ടോമാറ്റിലേക്ക് പോകാം. LXiയിൽ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടില്ല. VXi ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1648, ZXi ആണെങ്കിൽ 1895, ZXi ഓപ്ഷൻ എന്നൊരു വേരിയൻ്റ് ആണെങ്കിൽ 1959, ZXi പ്ലസ് ആണെങ്കിൽ 2170, ZXi പ്ലസ് ഓപ്ഷൻ എന്നൊരു വേരിയൻ്റ് ആണെങ്കിൽ 22-23 ഓൺ റോഡ് വരുന്നുണ്ട്. പിന്നെ അത് ഒരു കാര്യം നമ്മൾ വിട്ടിട്ടുണ്ട്, കാര്യം പ്യുവർ ഹൈബ്രിഡ് അത് നമുക്ക് അവൈലബിൾ ആണ്. സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയാനായിട്ട് പറ്റാത്തത്. വേറെ ഓഫേഴ്സ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 13 ലക്ഷത്തിൻ്റെ ഒരു വാഹനമായതുകൊണ്ട് എങ്ങനെ പോയാലും നമുക്ക് ഒരു 1.5-2 അടുത്ത് ഡൗൺ പേയ്മെൻറ്റ് എന്തായാലും വേണ്ടതായിട്ട് വരും. അതൊന്ന് മനസ്സിൽ വെച്ചോ. ഒരു 5 വർഷം 7 വർഷം നമുക്ക് ഫിനാൻസ് സ്കീമും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുമായിരിക്കും. 7 വർഷമാണെങ്കിൽ ഒരു പെർ ലാക്ക് EMI ജസ്റ്റ് ഒരു 1658 കൂട്ടിക്കോ. 5 വർഷമാണെങ്കിൽ എനിക്ക് 2250 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും പെർ ലാക്ക് EMI. അത് വെച്ചൊന്ന് കൂട്ടി നോക്കിയാൽ മതി. എത്രയാണോ ലോൺ ഇടുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കിയാൽ മതിയാവും. അപ്പം വേറെ ഒന്നുമില്ല തുടക്കത്തിൽ പറയാനായിട്ട്. അപ്പോൾ പ്രൈസ് കേട്ടല്ലോ എല്ലാവരും, വേരിയൻസ് ഏതാണെന്നുള്ളത് കേട്ടോ. ഇനി ജസ്റ്റ് ഫീച്ചേഴ്സ് എന്ത് വരുന്നു എന്ന് നോക്കാം. LXi ആണല്ലോ, അപ്പോൾ കുറച്ച് കൗതുകം കാണും എല്ലാവർക്കും കാണുന്നതിന് വേണ്ടിയിട്ട്. കുഴപ്പമില്ല, ഒന്ന് കുറച്ച് കഴിഞ്ഞോട്ടെ. വണ്ടിയുടെ ലോഞ്ചൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് പുറത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് ഞാൻ ചെയ്തു തരാം. ഇപ്പോൾ തൽക്കാലം ഇതുകൊണ്ടൊന്ന് തൃപ്തിപ്പെടുക എല്ലാവരും. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വരാം. ഇതൊരു ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് എവിടേക്കോ നമ്മുടെ ഒരു ബ്രസയുടെ ഒരു സാമ്യം എനിക്ക് ചെറുതായിട്ട് എവിടേക്കോ തോന്നി. എന്നാലും കുറച്ചുകൂടി വലുപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിന് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിനകത്ത് DRLO കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റ് നമുക്ക് കിട്ടില്ല. ജസ്റ്റ് ഞാൻ ഓണാക്കി ഇട്ടുന്നുണ്ട്. പാർക്ക് ഇടുന്ന സമയത്താണ് ഈ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ആ ഒരു ലൈറ്റ് ഫംഗ്ഷനിങ് ആയിട്ടുള്ളൂ. ടേൺ ഇൻഡിക്കേറ്റർ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. ഹെഡ്ലാമ്പ് വരുന്നതിൽ ഹാർദൻ തന്നെയാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. വേറെ LED കാര്യങ്ങളൊന്നുമല്ല കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ക്രോം എലമെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടോപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ DRL ഓപ്ഷൻ ആയിരിക്കും അവിടെ വരുന്നത്. അതുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ കൊടുത്ത ടോപ്പ് എൻഡ് വാഹനം ഞാൻ കണ്ടതുമില്ല. പിന്നെ ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിൽ ഫോഗ് ലാമ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെറിയൊരു എയറിൻ്റെയൊക്കെ ഇവിടെ ഈ എയറിൻ്റെയൊക്കെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫംഗ്ഷനിങ് തന്നെയാണത് കൊടുത്തേക്കുന്നത്. ഗ്രില്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാലും വലിയൊരു വലിപ്പമുള്ള ഗ്രില്ലൊന്നുമില്ല, ചെറിയ ഗ്രില്ല്, അതിൽ നല്ലൊരു ക്രോം എലമെൻറ്റ്, ചെറിയ ഗ്ലോസി ഫിനിഷും ലോഗോയും ഒക്കെ കൊടുത്ത് വേറൊന്നുമില്ല അവിടെ പറയാം. താഴ്ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് നല്ലൊരു ഗ്ലോസി ഫിനിഷ് അവിടെ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള എയറിൻ്റെയും കാര്യങ്ങളും ഫ്രണ്ട് പോർഷനിലായിട്ട് കമ്പനി കൊടുത്തു. അപ്പോൾ ഹുഡിൻ്റെ പോർഷനിൽ നോർമലി ഉള്ള മാരുതി വാഹനങ്ങൾ കാണാത്തത് പോലെ കുറച്ച് നല്ലൊരു ബോൾഡായിട്ട് ലൈൻസ് ഒക്കെ കട്ടിങ്സും ഒക്കെ ഈ ഒരു സൈഡിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വൈപ്പറൊക്കെ നോക്കി കഴിഞ്ഞാൽ പ്രീമിയം അങ്ങനത്തെ വൈപ്പറൊന്നുമല്ല, നോർമൽ വരുന്ന സാധാ ടൈപ്പ് വൈപ്പറൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാഷർ നോസിലൊക്കെ ഒതുക്കി തന്നെ അവർ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ ഇല്ല ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ട്. നോർമൽ ഹാൻഡ് ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റും DRL ഒന്നുമില്ല, ഫോഗ് ലാമ്പും കൊടുത്തിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടെ പറയാം. 4360 mm ഉണ്ട് ഈ ഒരു വാഹനത്തിന് ടോട്ടൽ ലെങ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലാവും കുറച്ച് വലിച്ച് നീട്ടിയേക്കുന്ന ഒരു ഫീൽ നമുക്ക് ഈ ഒരു പോർഷൻ കാണുന്ന സമയത്ത് വരുന്നുണ്ട്. ഏകദേശം 210 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കമ്പനി കൊടുത്തിട്ടുള്ളത്. 1.5 ആണ് എഞ്ചിൻ ഓപ്ഷൻ. അതൊക്കെ നമുക്ക് അകത്തേക്ക് കയറുന്ന സമയത്തൊക്കെ പറയാം. ഒന്നിനായിട്ട് പോരാമൾ വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് ഡോർ ഹാൻഡിൽ കണ്ടോ, ബോഡി കളറുള്ള ബ്ലാക്ക് കളറിലുള്ള ഡോർ ഹാൻഡിലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കാര്യം 13 ലക്ഷത്തിന് വണ്ടിയാകുമ്പോൾ അത് ബോഡി കളർ ആയിരുന്നെങ്കിൽ കുറച്ച് കൊള്ളാമായിരുന്നു. കീലെസ് എൻട്രി ഓപ്ഷൻ ഈ ഒരു വേരിയൻറ്റിൽ അവർ കൊടുത്തു. മിററിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും അവർ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നത്.
അതും ബോഡി കളർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായിരുന്നു കാണാനായിട്ട്. ടേൺ ഇൻഡിക്കേറ്റർ അവിടെ തന്നെ പ്ലേസ് ചെയ്തു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ബോഡി കളറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10,000-3000 രൂപയ്ക്ക് അടുത്തുള്ള കോസ്റ്റേ വരുള്ളൂ ഷോറൂമിൽ ചെയ്യാനായിട്ട്. ജസ്റ്റ് അത് ചെയ്താൽ മതിയാവും ആ ഒരു സമയത്ത്. വേറെ റൂഫ് റെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു സൈഡ് പൊസിഷനിൽ വരുന്നില്ല. അപ്പോൾ ഫെൻഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലാഡിങ്സും ക്യാരക്ടർ ലൈൻസും ഒക്കെ ആ ഒരു ഫെൻഡറിലായിട്ട് കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം. ജസ്റ്റ് ഞാൻ ടയർ സൈസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടെ. വീൽ കപ്പാണ് വരുന്നത്. നമുക്ക് അലോയോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി കൊടുത്തിട്ടില്ല. ടയർ സൈസ് നോക്കിക്കോട്ടെ. ഓക്കെ, 17 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. 215/60R17 ഇതിൻ്റെ ടയർ പ്രൊഫൈൽ കമ്പനി നൽകിയിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, നമുക്ക് ആ ഒരു പോർഷനിലും പറയത്തക്ക വിധത്തിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും ഒക്കെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിലായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 4 ടയറിലും ഡിസ്ക് ബ്രേക്ക് നമുക്ക് വരുന്നുണ്ട്. പിന്നെ 6 എയർ ബാഗ് ഇപ്പം സേഫ്റ്റി വൈസ് എല്ലാത്തിലും ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവിടെ പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. ജസ്റ്റ് നമുക്ക് റിയർ സൈഡിലേക്ക് ഒന്ന് പോകാം. അപ്പം വേറെ ഒന്നുമില്ല ഇവിടെ അങ്ങ് പറയാനായിട്ട്. പ്രത്യേകിച്ച് പുതുമയായിട്ടും ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഷാർപ്പിന് ആൻറ്റിന കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യം. ഹൈ മോഡ് സ്റ്റോപ്പിലാകുമ്പം ഡീഫോഗ് ലൈനുണ്ട്, റിയർ വൈപ്പർ ഇല്ല. കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിലൊന്നുമല്ല ലൈറ്റ് കൊടുത്തേക്കുന്നത്. LED ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. അത് കൊള്ളാം. വല്ല വലിപ്പമൊന്നുമില്ല, ചെറിയ രീതിയിലാണ് അവരത് പ്ലേസ് ചെയ്തേക്കുന്നത്. താഴ്ഭാഗത്ത് വമ്പൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഗ്ലോസി ഫിനിഷോ കൊടുത്തു. സുസുക്കിയുടെ ലോഗോയും ആ വിക്ടോറിയസ് എന്നൊരു ബ്രാൻഡിങ് കൂടി വരുന്നുണ്ട്. ഹൈബ്രിഡിൻ്റെ ഒരു ബ്രാൻഡിങ് കൂടി കൊടുത്തേക്കുന്നതായിട്ട് കാണാം. ജസ്റ്റ് ബൂട്ട് നോക്കാം. പാഴ്സൽ ട്രേ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, നെഗറ്റീവായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, സ്പെയർ ടയർ അവർ കൊടുത്തിട്ടില്ല. പഞ്ചർ കിറ്റ് അവിടെ കൊടുത്തേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സ്പെയർ ടയർ കൊടുത്തിട്ടില്ല. അതൊക്കെ ഒരു പോരായ്മ തന്നെയാണ്, സ്പെയർ ടയർ കൊടുക്കാത്തതൊക്കെ. പിന്നെ 60/40 സ്പ്ലിറ്റിങ് കൂടി വരുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനായിട്ട്. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് അകത്തേക്ക് വരാം. വെട്ടവും ചെറുതായിട്ട് കുറവുണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ഈ ഒരു ഡോർ പാഡ് നോക്കിക്കോ, ഒരു 2-3 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ലൈറ്റ് ആയിട്ട് കളർ ചെയ്യണം. ഇവിടെ നല്ല ഗ്ലോസി ഫിനിഷ് കൂടി നൽകിയിട്ടുള്ളത് കാണാം. ഫോൾഡിംഗ് ഓപ്ഷൻ വരുന്നില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി കൊടുത്തിട്ടില്ല. അതും ഒരു പോരായ്മയായിട്ട് തന്നെ പറയാം. ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് സ്റ്റിയറിംഗ് വീൽ നൽകിയിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഐഡിയൽ സ്റ്റാർട്ട്സ് നോർമലി ഒരു കൊച്ചു വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെ നമുക്ക് അവിടെ പറയാനായിട്ട് വരുന്നുള്ളൂ. ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ ഒന്നും ഇതിൻ്റെ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത് ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ ഡിജിറ്റലായിട്ട് നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. മാരുതിയുടെ മറ്റുള്ള വാഹനങ്ങൾ കണ്ടുവന്നിട്ടുള്ള ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയും ക്ലസ്റ്റർ യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ ഒരു പുതുമയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടുവന്നിട്ടുള്ള ആ ഒരു രീതിയിലല്ല ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീല് കമ്പനി കൊടുത്തേക്കുന്നത്. കൺട്രോൾസൊക്കെ കൊടുത്തിട്ടുള്ളതായിട്ട് സ്റ്റിയറിംഗിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നൽകിയിട്ടുള്ളത് കാണാം. അതും നമ്മൾ നേരത്തെ മാരുതിയുടെ വാഹനങ്ങളിൽ കണ്ടുവന്നിട്ടുള്ള ഒരു എന്താ പറയുക ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. പ്രത്യേകിച്ച് പുതുമകളും കാര്യങ്ങളൊന്നും അവിടെയും നമുക്ക് അവകാശപ്പെടാനായിട്ട് ഇതിലൊരു ബേസ് മോഡലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വരുന്നില്ല. ഡാഷ്ബോർഡിൻ്റെ കളർ തീംസിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഒരു 2-3 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഡാർക്ക് കളറ്, ലൈറ്റ്, ഇച്ചിരി ഗ്ലോസി ഫിനിഷൊക്കെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതേപോലെ തന്നെ AC വെൻറ്റിൻ്റെയും കൺട്രോൾസ് ഒക്കെ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പുതുമകളൊന്നും അവിടെ വരുന്നില്ല. AC വെൻറ്റൊക്കെ നോക്കുന്ന സമയത്ത് പുതുമകളൊന്നും ഇല്ല. പക്ഷേ ഈ ഒരു കൺട്രോൾസ്, അതായത് ACയുടെ കൺട്രോൾസിലേക്കൊക്കെ വരുന്ന സമയത്ത് ചെറിയൊരു പുതുമയും കാര്യങ്ങളൊക്കെ നമുക്ക് അവകാശപ്പെടാനായിട്ട് വരുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. ആ ഒരു എന്താ പറയുക സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് അടുത്ത് കാണിച്ചു തരാം ഞാൻ. ഈ ഒരു രീതിയിലാണ് ഫാനിൻ്റെ കൺട്രോളിങ് കണ്ടോ. ഈ ഒരു രീതിയിൽ AC ഓൺ ആക്കേണ്ടതാണ് ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. ഡ്യൂഫോഗ് ആണതാണ്. ടെമ്പറേച്ചർ ഈ ഒരു രീതിയിലുമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കമ്പനി നൽകിയിട്ടുള്ളത്. പിന്നെ വോളിയം, അത് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചെയ്യണം. ഈ ഒരു രീതിയിൽ പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്ന് അത് മ്യൂട്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ചെയ്യാനും സാധിക്കും. താഴ്ഭാഗത്തും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഗിയർ നോബൊക്കെ ഒരു പുതുമയുമില്ല. നോർമലി നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവന്നിട്ടുള്ള സെയിം ഗിയർ നോബ് തന്നെയാണ് വരുന്നത്. പിന്നെ കീ അവിടെയും നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവകാശപ്പെടാനായിട്ട് ഈ ഒരു LXA വേരിയൻറ്റിൽ വരുന്നില്ല. ആംബ്രസ്റ്റ് കൊടുത്തിട്ടുള്ളത് കാണാം. അതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. സീറ്റ്സിൻ്റെ കളർ തീമിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളൊരു ഡാർക്ക് ഷെയ്ഡിലാണ് ആ ഒരു സീറ്റൊക്കെ കൊടുത്തത്. ഗ്ലോ ബോക്സിൽ അത്യാവശ്യം സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 2 ലൈറ്റ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം. മിററോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു മിറർ മാനുവലി കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ. ഇവിടെ ടിക്കറ്റ് ഹോൾഡർ. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനായിട്ട്. ഇപ്പോൾ നമ്മളിതൊരു LXA വേരിയൻറ്റിൽ ഇപ്പം എന്താ പറയുക ഭയങ്കര ഫീച്ചർ റിച്ച് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. വളരെ എന്താ പറയുക കുറച്ച് തന്നെയാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നി. അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനായിട്ട്. ജസ്റ്റ് റിയർ സീറ്റിലേക്ക് വരാം. ഡോർ പാഡിലൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് അവകാശപ്പെടാനില്ല. ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ പക്ഷേ ഡാർക്ക്, ലൈറ്റ്, ഗ്ലോസി ഇത്ര മാത്രമേ ഉള്ളൂ. ബോട്ടിൽ ഹോൾഡറും കാണാം. സീറ്റിൻ്റെ കളർ തീമിലൊന്നും യാതൊരുവിധ പുതുമകളുമില്ല. ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷ്. ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റ് അവർ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്.
അതേപോലെ AC വെൻറ്റ് വരുന്നുണ്ട്. താഴ്ഭാഗത്ത് ചാർജിങ് സോക്കറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. സ്കൂപ്പിയുടെ ഡിസൈൻ പാറ്റേൺ കാണാം. സെൻറ്റർ ടണൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. കാരണം ആ ഒരു പോർഷനിലൊക്കെ ആയിട്ട് ലൈറ്റ് യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു LX വേരിയൻ്റ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു രീതിയിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എഞ്ചിൻ സ്പെക്ക് കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എഞ്ചിൻ സ്പെക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 1.5 ലിറ്റർ ഓൾറെഡി നമ്മുടെ ഉള്ള എഞ്ചിൻ തന്നെ, പ്രത്യേകിച്ച് പുതുമകളൊന്നും അവിടെ ഇല്ല. അതൊരു സംഭവം തന്നെ എടുത്ത് ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 103 103 BHPയും 140 Nm ടോർക്കും. എനിക്കൊന്ന് 21 സംതിങ് റേഞ്ചിൽ ഇതിന് മൈലേജ് കമ്പനി പറയുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി മൈലേജൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ, വേറെ ഒന്നുമില്ല അവിടെ പറയാനായിട്ട്. അത്യാവശ്യം മൈലേജ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജസ്റ്റ് അതങ്ങ് ക്ലോസ് ചെയ്തേക്കട്ടെ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ. ഹുഡൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അത് പറഞ്ഞേക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ക്ലോസ് ചെയ്യുന്നത് കൊള്ളാം, ടക്കെന്ന് നടന്നത് വേണ്ട. അപ്പം വേറെ ഒന്നുമില്ല പറയാം. പക്ഷേ പോരായ്മകൾ പറയാനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 13 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഒരു LX വേരിയൻ്റ് ആണ്, അതുകൂടി ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകൾ എനിക്ക് തോന്നി. കാര്യം ഇതൊക്കെ ഒന്ന് ബോഡി കളർ ആക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. ഡോർ ഹാൻഡിലൊക്കെ ആയാലും സീറ്റിൻ്റെ കളർ തീമൊക്കെ ആണെങ്കിലും കുറച്ചുകൂടിയൊക്കെ നല്ലതാക്കാമായിരുന്നു. സ്പെയർ ടയർ വരുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നി. കുഴപ്പമില്ല, തൊട്ടടുത്ത വേരിയൻ്റുകൾ വരട്ടെ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ എല്ലാവരും ടോപ്പ് എൻഡ് കണ്ട് ഒരു ഇതിലിരിക്കുവാണല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് വീഡിയോ ഞാൻ എവിടെയും ഞാൻ കണ്ട് നോക്കിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടി കാണുന്നത് ഈ ഒരു LX വേരിയൻ്റാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെ കാണുന്നത്. അപ്പോൾ കുറേ എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ വന്നത് ഇത് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ അത്ര വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറഞ്ഞാൽ. വണ്ടിയെ കുറ്റം പറഞ്ഞതല്ല, ഞാൻ എൻ്റെ കാര്യം ഞാൻ പേഴ്സണലി പറഞ്ഞതാണ്. തൊട്ടടുത്ത വേരിയൻ്റുകൾ വരട്ടെ, നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ വീഡിയോസ് ചെയ്തണം. പിന്നെ ഈ സ്ഥലം എനിക്ക് അത്ര തൃപ്തി വന്നില്ല. വണ്ടിക്കകത്ത് അഴുക്കൊക്കെ ഉണ്ട്, മൊത്തത്തിലൊരു നെഗറ്റീവ് ഉണ്ട് എനിക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്. വേറെ ഒന്നുമില്ല പറയാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.